ഓ മടുത്ത് എഫ് കയറി ദിവസം നമ്മള് ഈ സീഡ് കണ്ട വീച്ച് നമ്മള് അത്ര കണ്ടൊക്കെ വളരാൻ വേണ്ടിയാണ് നിന്നേ. പക്ഷെ അത് വളരേണ്ട ലക്ഷ്യം കാണാനില്ല. നമുക്ക് നമ്മുടെ ഇന്നത്തെ പരിപാടിയിലേക്ക് കിടക്കാം. ഇന്നാണെങ്കിൽ നമുക്ക് നമ്മുടെ സാധനങ്ങളൊക്കെ നമ്മൾ നേരെ എടുത്തിട്ട് ഈ ടെസ്റ്റിന് പിടിക്കാണ് എടുത്ത് എറിയാണ്. നമ്മൾ ഈ ടെസ്റ്റ് പറഞ്ഞിട്ട് തന്നെ ഒരു സാധനം നമ്മൾ എടുക്കാൻ വേണ്ടി ടെസ്റ്റ് പറഞ്ഞിട്ട് തന്നെ 10-15 മിനിറ്റ് ആ സാധനങ്ങളൊക്കെ എവിടെയെന്ന് തപ്പാൻ വേണ്ടി ഇങ്ങനെ കുറേ സമയം പോകും. അത് കളയാൻ വേണ്ടി നമ്മളൊന്നും സംഭവം എന്ന് വെച്ചാൽ ഒരു സ്റ്റോറേജ് റൂമാണ് കേസ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ സ്റ്റെയർ കേസ് നിങ്ങളെ കണ്ടിട്ടുണ്ടാവും. അതിന്റെ തൊട്ടടിയിൽ ചെറിയ സ്റ്റോറേജ് റൂമും പിന്നെ വേറെ എന്തൊരു പടി എന്ന് വെച്ചാൽ നമുക്കൊരു ഷീപ്പിന്റെ ഒരു ഫാം കൂടി ഉണ്ടാക്കണം. ഒരു സ്റ്റോറേജ് റൂം, ഒരു ഷീപ്പിന്റെ ഫാമും. അപ്പൊ ഇത് രണ്ടാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. സ്വന്തം നമുക്ക് നേരെ പരിപാടിയിലേക്ക് കിടക്കാം. കണ്ടാ ഇതൊക്കെ അലങ്കൂരായിട്ട് എടുക്കും. ഇതൊക്കെ നമുക്ക് ഇന്ന് റെഡി ആക്കണം. അപ്പൊ കൂടുതലൊന്നും പറഞ്ഞ സമയം കാണില്ല. അപ്പൊ നേരെ അങ്ങോട്ട് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ എവിടെയാണ് നമ്മളെ സ്റ്റോറേജ് ഉണ്ടാക്കണ വെച്ചാൽ ഈ ഒരു ഏരിയ നമ്മൾ ഇതിന് മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞിരുന്നു ഇവിടെ ഒരു ഉള്ളിക്കൊക്കെ കുടിച്ചിട്ടൊരു സംഭവം ഉണ്ടാക്കാന്ന്. സോ അതാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത്. അടക്കിട്ടപ്പാ നീ ഇവിടെ ചെണ്ടല്ലേ, നിന്നെ എനിക്ക് ആവശ്യമുണ്ട്. ഇതാര ഇത് നമ്മുടെ മീനുകുട്ടി അല്ല, മീനുകുട്ടി ഓജി അല്ലേ ഇത് വേറെ ഇത് കള്ള മീനുകുട്ടിയാ അല്ലെ? അതെ മീനുകുട്ടി അല്ലേ. പിന്നെ ഇവനെ നമ്മള് പറ്റിയെന്ന് പറ്റിയ കേസ് ബുദ്ധി ഉണ്ട്, എന്റെ പോലെ അല്ല. അവനവിടെ കയറി നടക്കണം, നമുക്ക് വേറെ പേടിയോ. ഓ ഇവിടെ നമ്മളിങ്ങനെ കുരിച്ചു പോകുമ്പോ ഇതെങ്ങനെ വേറെ വല്ല സ്ഥലത്ത് തൊള്ളേന്ന് നാക്കെടുത്ത് അടിക്കിട്ടില്ല. അതേ വന്ന് വേറെ സ്ഥലത്ത് കേറി നമ്മുടെ മേളിൽ നിന്നല്ലേ ഞാൻ പേടിച്ച് കിടന്ന്. ഇതേത് സ്ഥലടാ? നമ്മള് മുമ്പ് കുടിച്ച കേവ് പോലെ ആക്കിയില്ലേ, ഗുഹ പോലെ. അതെ, ആ സംഭവത്തിലാണ് നമ്മളിപ്പോ വന്ന് കേറിയിരിക്കുന്നത്. ഇത് ലേശം പണിയാ. ഇല്ല, ഇത് പണിയായാലും തോന്നുന്നു നമുക്കേ സെറ്റാകാം. നോക്കട്ടെ, ഒന്ന് ഇവിടെ നിന്ന് കുഴിക്കണം. ഒരു 6 ബ്ലോക്ക് അങ്ങോട്ടും 2 സൈഡിലേക്ക് 6 ബ്ലോക്ക് കുഴിക്കണം. അതാണ് നമ്മുടെ ഐഡിയ പോലെ. അതാണ് നല്ലത്. നമുക്ക് ഇവിടെ അടയ്ക്കേണ്ടി വരുമല്ലോ അപ്പൊ അങ്ങനെ ആക്കണേ. ഓടെ ഞാൻ പോയി ടെസ്റ്റിൽ നോക്കിയിട്ട് ഡേറ്റ് ഇല്ല. അപ്പൊ നമുക്ക് ഇവിടുന്ന് എവിടെയെങ്കിലും മാന്തേണ്ടി വരും. വലിയ ഉയർന്ന സ്ഥലത്തുനിന്ന് മാന്താം കേസ്. അപ്പൊ അറിയാത്ത പോലെ ഈ സീഡൊന്നും വളരണല്ലേട്ടാ. നമുക്ക് ഇന്ന് നമ്മള് മണൽ മാഫിയ ആവും. മണലില്ലല്ലോ, ഡേർട്ട് മാഫിയ ആവും. അയ്യോ അവിടെ പാത്ത് ബ്ലോക്ക് ആക്കി നമുക്ക് വല്ല ഉയർന്ന സ്ഥലത്തുനിന്ന് മാന്തേണ്ടി വരും. ഇവിടുത്തെ ഒരു ടോപ്പിൽ നിന്ന് ഓരോന്ന് എടുത്തേക്കാം. നമ്മളൊരു 60 ഡേട്ടൊക്കെ എടുത്ത കേസ് നമുക്കിനി ഇവിടെ കുഴിക്കണം. അത്യാവശ്യം 60 ഡേട്ടൊക്കെ മതിയിരിക്കും. അത്യാവശ്യം ഇതൊക്കെ മതി. ഇനി നമുക്ക് ഈ മേളത്ത് ഇതൊക്കെ കുഴിച്ചിട്ട് നമുക്ക് ഏത് ബ്ലോക്ക് വെക്കണം? നമ്മുടെ ഈ പ്ലാങ്ക്സിനെ വെക്കുന്നല്ലേ നല്ലത്. നമുക്ക് പ്ലാങ്ക്സ് എടുത്തിട്ട് വരാം. നമ്മുടെ കയ്യിലുണ്ടല്ലേ, ഇതിങ്ങനെ വെച്ച് അതെ ഇതിന്റെ ഓപ്പണിങ് ഇങ്ങനെ വെക്കുന്നതാണ് കേസ് നല്ലത്. പിന്നെ ഉള്ളിക്ക് നമുക്ക് വേറെ എൻ്റെ ബുദ്ധി ഇല്ലാത്ത ബുദ്ധിയിലെങ്കിൽ എടുത്ത് വേണ്ടേ. അത് ഞാൻ കാണിച്ചത്. നമുക്ക് ഇവിടുന്ന് ഒരു 3 കട്ടില് ഇവിടുന്ന് ഒരു ബ്ലോക്ക് കൂടെ എടുക്കണം. ഇപ്പൊ 3ആയി. അടിയില് നമ്മളിവിടെ വലിയൊരു കുരു പോലെ ആക്കിയതിന്റെ ഒരു പണി നമുക്ക് ഇപ്പൊ കിട്ടുന്നുണ്ട് കേസ്. നേരത്തെ ആക്കണ്ടായിരുന്നു ഇപ്പൊ തോന്നുന്നു. ഓക്കെ, എന്നിട്ട് ഇവിടുന്ന് ഒരു 3 ഇങ്ങനെ പൊടിക്കണം. അങ്ങനെ അപ്പുറത്തെ സൈഡ് 3, ഇപ്പുറത്തെ സൈഡിക്ക് 3, നമ്മുടെ മുമ്പിക്ക് സ്ട്രേറ്റ് ടോട്ടലി 6 ബ്ലോക്ക് പൊട്ടിക്കണം. ഇതാണ് അപ്പൊ പരിപാടി. ഓക്കെ, സോ ഞാൻ അതൊക്കെ ഒന്ന് പൊട്ടിച്ചിട്ട് കാണാല നല്ലത്. പൊട്ടിച്ചിട്ട് കാണാൻ വേണ്ടി ഞാൻ പിന്നെ റെക്കോർഡർ ഓണാക്കാൻ പറഞ്ഞു. ഇപ്പൊ ഞാൻ ഒത്തിരി കാര്യങ്ങൾ ചെയ്യേണ്ട കേസ്. ഇവിടെ മേളിൽ ഞാൻ ഫുള്ള് സ്ലാബ് ആക്കിയിട്ട് ഈ 4 സൈഡൊക്കെ പൊട്ടിക്കാം. ഇവിടെ ഇങ്ങനത്തെ സ്ലാബ് ആക്കി പിന്നെ ഇവിടെ കുറെ ബ്ലോക്ക് വെച്ച് അങ്ങനെ പരിപാടികളൊക്കെ നമ്മൾ അത്യാവശ്യം ഫുള്ള് നമ്മൾ പൊട്ടിച്ചിട്ടുണ്ട്. ഇനി ഞങ്ങൾക്ക് വേറെ പരിപാടികളൊക്കെ ഞാൻ കാണിച്ചു തരാം എന്താ കണ്ട സംഭവങ്ങളൊക്കെ. ഇവിടെ നമ്മളൊരു വേറെ ഡിസൈനൊക്കെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഏത് ലേഔട്ട് എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. നമ്മള് ഇവിടത്തെ നടുക്കത്തെ 2 ബ്ലോക്ക് വിടാണ് ആയിരിക്കണം. പക്ഷെ അത് വിടണ്ട, അല്ലെങ്കിൽ നമുക്ക് വേറൊരു ഡിസൈൻ കൊണ്ടുവരാം. അതായത് ഇപ്പൊ മൊത്തം 6 ബ്ലോക്കാണല്ലോ സ്ട്രൈറ്റ്. അപ്പോ 2 അപ്പുറത്ത് നടുക്ക 2 ബ്ലോക്ക് ടാലി വരും. അവിടെ നമ്മൾ വേറൊരു ഡിസൈൻ ചെയ്യാം ഗൈസ്. ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞ മനസ്സിലാവില്ല, എനിക്ക് മനസ്സിലായി. എന്നാൽ ഞാൻ പറഞ്ഞുതരാം. അടിയിൽ ഫുള്ള് ഈ 2 ബ്ലോക്ക് ഉണ്ടോ നമ്മുടെ ആക്ഷൻ സ്റ്റെപ്പിൽ 2 ബ്ലോക്ക് ഇങ്ങനെ വെച്ചാൽ ഇങ്ങനത്തെ ഒരു ബ്ലോക്ക് ഇട്ട് 2 സ്ലാബ് വെച്ചാൽ. സോ ആ ഒരു സംഭവം ഗൈസ് നമ്മൾ അടിയിൽ ഫുള്ള് കൊടുക്കാൻ പോകുന്ന ഫ്ലോർ ഫുള്ള്. അതാണ് ഐഡിയ. അത് നിങ്ങൾക്ക് വെച്ചുകൊണ്ട് കാണിച്ചിട്ടുണ്ടെങ്കിൽ നല്ലല്ലേ. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായില്ല. നമുക്ക് ഡയറേറ്റിന്റെ ഒരു ആവശ്യമുണ്ട്. ഡയറേറ്റും കൂടെ നമുക്ക് ഇത്തിരി പിടിച്ചേക്കാം. സോ ബൈ ദ വേ നമ്മള് ഡയറേറ്റ് ആവശ്യത്തിന് അധികം എടുത്തിട്ട് കേസ് ഒരു സ്റ്റാക്കൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. അത് ആരാണോ നമുക്ക് അത്രേന്റെ ഒത്ത ആവശ്യമില്ല, എന്നാലും എന്തായാലും എടുക്കുന്ന രാജ്യം നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ എടുത്തിട്ടുണ്ട് കേസ്. ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ സംഭവം. ലേശം അവാക്കാട നമുക്ക് ഇട്ടുണ്ടാകും കേസ്. നമുക്ക് ഫുഡിന്റെ
ഓക്കെ, സോ നമ്മള് ഡൈറേറ്റിന്റെ പോളിഷ്ഡ് സ്ലാബ്സ് നമ്മളിത് ഒരു 6 എടുത്തിട്ടുണ്ട് കേസ്. ഉറങ്ങാൻ ടൈം ആയിട്ടില്ല അല്ലേ? ഞാൻ കാണിച്ചിട്ടുണ്ട് കേസ്. ഇപ്പൊ ഈ ഡാഷ് ഫീൽഡ് 2 വെച്ച കണ്ട ഇങ്ങനത്തെ ഒരു വെറൈറ്റി ഒരു ബ്ലോക്ക് ഉണ്ട് കേസ്. സാധാ അതല്ലാണ്ട് വെറൈറ്റി ഒരു ബ്ലോക്ക്. സോ ഇതാണ് നമ്മളിവിടെ ഫുൾ യൂസ് ചെയ്യാൻ പോണത്. അതായത് ഈ ഭിത്തിന്റെ ഈ അടിഭാഗത്തൊക്കെ ഈ ബ്ലോക്കും അങ്ങനെ. പക്ഷെ നടുക്ക് ഇത് ഫുള്ള് ഇവിടെ രസം ഉണ്ടാവില്ല. നടുക്ക് ഈ 2 ബ്ലോക്ക് നമുക്ക് സ്റ്റോണിന്റെ ഇതുപോലത്തെ സ്റ്റോണിന്റെ സ്ലാബ് ലുക്ക് ആവില്ല അതുപോലെ. ബാക്കിയുള്ള എല്ലാ സൈഡും നമ്മള് ഇതുപോലെ അടിഭാഗത്ത് ഈ ടയറൈറ്റിന്റെ ഈ സ്ലാബ് 2 വെക്കുന്നു. മേള് ഫുള്ള് ജംഗിളിന്റെ ഈ വുഡ്. അതാണ് നമ്മുടെ ഐഡിയ. നിങ്ങക്ക് പറഞ്ഞാൽ മനസ്സിലാറില്ല. ഞാൻ ഇതും കൂടി സ്റ്റോണിന്റെ കൂടെ വെച്ച് കാണിച്ചു തരാം. ഈ സ്റ്റോണിന്റെ അതെ കറക്റ്റ്. അതെ, ഈ 2 ബ്ലോക്കിൽ വെക്കുന്നത് ഇനി ഉള്ളിക്ക് പോണ ഒരു വഴി പോലെ ഉണ്ടാക്കുന്ന ഐഡിയ. പക്ഷെ അത് വേണ്ട. പക്ഷെ നമ്മളിവിടെ സ്റ്റോറേജ് ചെയ്യുമ്പോൾ ഉള്ളിക്ക് പോകേണ്ട ആവശ്യമില്ല. നമുക്ക് കിടന്നെന്ന് പറഞ്ഞേക്കാം. ഓക്കെ, നമ്മള് ഉറങ്ങി എണീറ്റ് വന്നിട്ടുണ്ട്. ഈ ക്രാഫ്റ്റിന്റെ കൂടെ ഇവിടെ ആരടാ കൊണ്ടുവച്ച. ഓക്കെ, സോ ഇതുപോലെ നമ്മൾ ഈ 4 സൈഡും കേസ് ഈ ഒരു ഡിസൈൻ 4 സൈഡ് സെറ്റ് ആയിട്ട് ഞാൻ കാണിച്ചിട്ട് കേസ്. എന്നിട്ട് ബാക്കിയുള്ള ഒരു ഡിസൈനും കൂടി സെറ്റ് ആകാൻ കേസ്. അല്ലാണ്ട് നിങ്ങൾ വെറുതെ കാണിച്ച് പോടിക്കണം. ഞാൻ അങ്ങനെ ആലോചിച്ച് പതുക്കെ ചെയ്യുള്ളൂ. അല്ല ഞാൻ ചേട്ടാ. ഓക്കെ, ഇതും കൂടി വെച്ച സെറ്റ് സോ ഫാർ സോ ഗുഡ്. കണ്ട കേസ്, നമ്മുടെ ഒക്കെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് കേസ്. ഞാൻ കാണിച്ചു ഫുൾ പരിപാടി ടോട്ടൽ പരിപാടി ജസ്റ്റ് അല്ലാണ്ട് ഫുൾ ലുക്കിങ്ങും ബ്യൂട്ടിഫിക്കേഷനും കാര്യങ്ങളും പിണ്ണാക്കും തേങ്ങ എല്ലാം കഴിഞ്ഞിട്ട് നമ്മളിത് ഒതുങ്ങി വിടുന്നുണ്ട് കേസ്. തന്നെ നല്ലതെന്ന് എനിക്ക് തോന്നി. സോ നമ്മുടെ വീട്ടിൽ നമുക്ക് വളർന്നിട്ട് ഇതൊക്കെ നമുക്കൊന്ന് പൊട്ടിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് വെച്ചേക്കാം. ശരി, തത്ത് ഇവിടെ നോക്കിയിട്ട് കേസ് നമ്മൾ പണിയെടുക്കുന്ന കാര്യങ്ങളൊക്കെ നീ ഇവിടെ നോക്കിയിരുന്നു. നമ്മളിവിടെ കുറെ സംഭവങ്ങളും വലിയ വലിയ ബിൽഡിങ്ങളൊക്കെ പതുക്കെ വരും. പിന്നെ നിനക്ക് പറ്റിയ വീടും നിന്റെ മീൻകുട്ടിക്ക് പറ്റിയ വീടും എല്ലാം സെറ്റാക്കും പതുക്കെ പതുക്കെ. ഓക്കെ, സോ നമുക്ക് കയറി കാണിച്ചിട്ടുണ്ടെങ്കിൽ കണ്ട ഇവിടെ തുറക്കുമ്പോൾ തന്നെ ഒരു ഗ്രാൻഡ് ലുക്കാണ്. ഇവിടെ നമ്മൾ 2 ജംഗിൾ സ്ലാബാണ് വെച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഡയറേറ്റ് പിന്നെ സ്റ്റോൺ ഡയറേറ്റ് അങ്ങനത്തെ ഒരു ഡിസൈനാണ് വെച്ച് നമ്മൾ ചെയ്യണം. കണ്ടാ എങ്ങനെയുണ്ട് മേളിൽ ലാൻഡ് അവിടെ 2 സ്ലാബ് 4 സ്ലാബൊക്കെ ഞാൻ പറഞ്ഞേ. ബാക്കിയൊക്കെ നിങ്ങൾ നോക്കുക കേസ്. ഇവിടെ നമ്മൾ ഇതുപോലെ തന്നെ ഇവിടെ ഒരു സംഭവം വലിയൊരു എന്തെങ്കിലുമൊക്കെ ഉണ്ടാകണം കേസ്. പിന്നെ ഫ്ലോർ നമ്മൾ പറഞ്ഞ സ്റ്റോണിന്റെ സ്ലാബ് വെച്ചാണ് സെറ്റ് ആക്കുന്നത്. നല്ല ലുക്ക് എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ ഇവിടെ ഡയറേറ്റ് തുമ്പുകളിലൊക്കെ സ്റ്റോണിന്റെ സ്ലാബാണ് വെച്ചിരിക്കുന്നത് 2 ബാക്കിയുള്ളതൊക്കെ ഡയറേറ്റ്. ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലായപ്പോ തോന്നുന്നു. പിന്നെ ഇങ്ങനെ ഇവിടെ നമ്മളിത് ഒരു സ്റ്റെയർ ഇങ്ങനെ വെച്ചിട്ടുണ്ട് സെന്റർ ഒരു ലുക്കില്. ഇതൊക്കെ കാണാൻ പറ്റുന്ന അറിയില്ല ജസ്റ്റ് വന്നാൽ. എന്നാലും എന്റെ മനസ്സിന് വേണ്ടി നമ്മള് ഫുള്ള് ലുക്കായി. ഇപ്പൊ നമ്മള് നല്ലൊരു ലുക്കല്ലേ, വീട് പോലെ. ഇവിടെ ഇങ്ങനെയായിരുന്നു മുമ്പ്. ആകെ 4 സ്റ്റോൺ ഇരിക്കുന്ന സമയത്ത് ഗുഹ പോലെ ഒരു സമയത്ത് നല്ല ലുക്കൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് കേസ്. എനിക്ക് ഇഷ്ടപ്പെടാൻ പറയാം. ഇനി ഇവിടെ ഇത്തിരി ചെസ്റ്റ് സാധനങ്ങളൊക്കെ പറക്കി വയ്ക്കണം. അതിനുള്ള ഇത് നമ്മുടെ ഇല്ല. അതിനുള്ള വുഡ് നമ്മളെ ഇല്ല. നമ്മളെ പിന്നെ ട്രീ ക്യാപിറ്ററിന്റെ മോഡ് ഉള്ളതുകൊണ്ട് നമുക്ക് സെറ്റാക്കാൻ പറ്റണം. പെട്ടെന്ന് അവിടെ നിന്ന് വുഡ് കിട്ടിയായിരിക്കും. 2 ചെസ്റ്റ് നമ്മൾ വെച്ചിട്ടുണ്ട് കേസ്. ഇതിൻ്റെ ഉള്ള സാധനങ്ങളൊക്കെ നമുക്ക് വെച്ചേക്കാം. നമ്മൾ ഉദ്ഘാടനമായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പോയിട്ട് നമ്മുടെ ഷീപ്പ് ഫാമിന്റെ പണി നോക്കണം കേസ്. അതും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം, റെഡി ആക്കാം. ഓക്കെ, നമ്മൾ 4 സ്ലാബും കൂടി ഇവിടെ വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അത് ഞാൻ മറന്നു പോകും കേസ്. വേറെ പിന്നെ ഇവിടെ വെക്കാൻ വേണ്ടിയിട്ട് സ്ലാബ് സെറ്റ് ബാക്കല്ലേ. ഇവിടെ ഫുള്ള് ലുക്ക് നല്ല ലുക്ക് ഉണ്ട് കേസ് കാണാൻ വേണ്ടി. എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. ബൈ ഇനിയിപ്പോ എന്താ പരിപാടി? പയ്യാണ് നമ്മൾ കാര്യങ്ങളൊക്കെ നിൽക്കുന്നത് കേസ്. പയ്യെ തിന്നാ പപ്പടം തന്നെയാണല്ലോ എല്ലാവരും പറയുന്നത്. സോ നമ്മൾ അങ്ങനെ വെച്ചാൽ ആടെ പട്ടിക്കുട്ടി അവിടെ നമുക്കൊരു പട്ടീനെ വേണം കേസ്. ഈ പട്ടിക്കുട്ടി നമുക്ക് നമ്മുടെ കയ്യില് ബോൺ ഉണ്ടായിരുന്നു. അവിടെ നിന്നൊക്കെ അവിടെ അമ്പോലികളൊക്കെ നമ്മൾ കൊന്ന് ബോൺ ഉണ്ടായിരുന്നു നമ്മുടെ കയ്യില് ഉണ്ട്. അതെ, അവിടെ 7 ബോൺ ഇതിലെന്തായാലും ആയാൽ മതി. നമുക്ക് ലക്ക് ഉണ്ടെങ്കിൽ ആവും കേസ്. നമുക്ക് നോക്കി വെക്കാം കൊടുത്തവന്. എടാ കട്ടി നിക്കറ നിക്ക് പോട്ടെ. ഒരാണ് ടൈമേടാ സെറ്റ്. അപ്പൊ നമുക്കൊരു കൂട്ടുകാരനെ കിട്ടി കേസ്. ഇവന്റെ പേരെന്താ ഇടാന്ന് നിങ്ങൾക്ക് അറിയാലോ. നമ്മുടെ പഫ്സ് എന്നാണ് കേസ് മോണ്. അതെ, പഫ്സ്. പഫ്സ് ഇവന്റെ പേര് നിങ്ങൾ ഞാൻ ആരും പറയണ്ട. നമ്മള് പഫ്സ് ഇട്ടിരിക്കുന്നുണ്ട്. പഫ്സ് എവിടാ മറ്റേ ഞങ്ങളെ കുടയിലൊക്കെ പോയിട്ടുണ്ട്. വാ ഉള്ളിൽ കയറി, വീടിന്റെ ഉള്ളിൽ വാങ്ങണ്ട്. ചാടി കയറി ഓടി വാ. ഇനി മുതൽ ഇതാണ് നിന്റെ വീട്. ഓക്കെ, ഈ വീട് ഇതിപ്പോ ചെറിയ വീടാണെങ്കിൽ നമ്മളിത് അപ്ഗ്രേഡ് ഒക്കെ ചെയ്യും. ഇവിടെ ഒരു കൊട്ടാരനെ ഞാൻ നിനക്ക് വേണ്ടി പണിയും. ഓക്കെ, ഒരു താജ്മഹൽ അങ്ങനെ ആയിക്കോട്ടെ അല്ലെ. പക്ഷെ വാടാ കേറുക. നമുക്ക് ഇവിടത്തെ ഈ 2 ചെസ്റ്റൊക്കെ മാറ്റിയിട്ട് അവിടെ അവനിരിക്കുന്ന സ്ഥലമാക്കാൻ കഴിയും. അല്ല ഇവൻ കേറി വരാണല്ലോ. ഇവനെ ഞാൻ പിടിച്ച് വലിച്ചിവിടെ ഇടുന്നുണ്ട്. ഇവനൊന്ന് ഇരുത്തട്ടെ. ഇവന് ഇവിടെ വാലായിട്ട് നിൽക്കൊണ്ടിരിക്കുക പാമ്പടിയെ. ഓക്കെ,
ഇവന്റെ കാര്യം പറയുകയാണെങ്കിൽ എടാ ഈ സ്ലാബിൽ എടുത്ത് നോക്കിയപ്പോ അവൻ അതിന്റെ മുകളിൽ കയറിയിരിക്കണ്. എടാ കുട്ട സ്ലാബിൽ ഇതേ പങ്കെടുക്കണ എടാ ഇവനെ തൽക്കാലം കണ്ടിരിക്കണ കേസ്. ഞാൻ ഓഫ് ക്യാമറയിൽ ചളങ്കി പ്രാന്താണ് ഇവന്റെ കാര്യം പറയുന്നത്. നീ അവിടെ ചെയ്ത് നടപ്പിരിപ്പേ നമുക്ക് വീട് നമ്മുടെ സ്റ്റോറേജിന്റെ പരിപാടി വെക്കാം. ചെസ്റ്റ് വെച്ചിട്ട് നമ്മുടെ ഉള്ള വേസ്റ്റ്, അതായത് ഈ ഡേർട്ട് ബ്ലോക്ക് ഒക്കെ, ഇതെന്താണ് ഞാൻ പൊടിച്ചെടുത്ത് ആക്കിയത്, ഡേർട്ട് ബ്ലോക്ക് ഒക്കെ നമുക്ക് ആ ഫസ്റ്റ് ചെസ്റ്റിൽ കൊണ്ട് വെച്ചേക്കാം. ഇപ്പൊ സ്റ്റോറേജിലേക്ക് പോകുമ്പോ വേറെ വൈബാണ് കേസ് അല്ലേ, വേറെ ലുക്ക്, വേറൊരു സ്ഥലത്ത്. കാരണം നമുക്ക് ഈ ഡേർട്ടൊക്കെ ഫസ്റ്റത്തെ തന്നെ ഡേർട്ട് സാധനങ്ങളൊക്കെ വെച്ചാൽ കേസ്. കാരണം ഡേറ്റാണ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്നത്, നമ്മുടെ ബിൽഡിങ്ങിനൊക്കെ ആവശ്യം വരുന്ന ഡേറ്റ. സോ അത് തന്നെ വെച്ചേക്കാം. ഇവിടെ നല്ല ലുക്ക് കേസ് ഈ സ്റ്റോറേജ് ഏരിയ. മുമ്പ് ഇരിക്കാണ്ട് ഇപ്പൊ എത്ര നന്നായിട്ട് ഇവിടെ ഇരിക്കുന്നത്. നമുക്ക് ഈ ചെസ്റ്റും കൂടെ എടുത്ത് വെച്ചാൽ കേസ്. നമ്മൾ മേടുന്ന പൊടി ചെസ്റ്റാ. ഇതിൽ നമുക്ക് നമ്മുടെ സ്റ്റോൺ ബ്ലോക്ക്, അങ്ങനത്തെ സ്റ്റോൺ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ, ഡയറേറ്റും അങ്ങനെ സാധനങ്ങളൊക്കെ ഇതിലിരിക്കട്ടെ. ഓക്കെ, ഇപ്പൊ 2 ചെസ്റ്റ് നമ്മൾ വെച്ചിട്ടുണ്ട് കേസ്. ബാക്കി ചെസ്റ്റൊക്കെ നമ്മൾ ഇവിടുന്ന് മരങ്ങളൊക്കെ വെട്ടിയിട്ട് അടുത്ത് കൂട്ടി വെച്ചോളാം. അത് അടുത്ത എപ്പിസോഡിലാണ് ഞാൻ കേസ്. എനിക്ക് ഇപ്പം എടുക്കുക. സോ ഈ പട്ടിക്കുട്ടീനെ ഞാൻ എന്തെങ്കിലുമൊക്കെ ആ മുക്കിലിരിക്കുന്ന നോക്കട്ടെ. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഈ ഡേട്ടും സ്റ്റോണൊക്കെ ഞാൻ അവിടെ സെറ്റ് ആയിക്കോളാം. ഇരിപ്പ് കണ്ട വലിയ പുണ്യാണ്. ഞാൻ ഈ കുരിപ്പേ പഫേ നീ എനിക്ക് പറ്റി കളഞ്ഞാട്ടാ. ആടാ എന്തോരം നേരടാ ഇവനെ പിടിച്ച് അവിടെ ഇരുത്ത് നല്ല തിരക്ക്. ഇവന് ഇങ്ങോട്ട് ഓടുന്നു, ഞാൻ പിടിച്ചെടുത്തുമ്പോ ആദ്യയിലേക്ക് ഓടുന്നു. കത്തയുടെ അടുത്ത് പോയിരിക്കുന്നു. നമ്മുടെ ഈ ഇവനെ പോയിട്ട് എടുത്ത് പോകുന്നു, അപ്പുറത്ത് പോണ്, കാട്ടിക്ക് പോണ്. അയ്യോ ഇവന്റെ ഒക്കെ കാര്യം വേണമെങ്കിൽ സ്കോർ നേരം കഴിഞ്ഞിട്ടാണ് കൈസ് ആ കുരിപ്പിനെ അവിടെ പിടിച്ചിരുന്നത്. ഓക്കെ, നമ്മളെ മീനക്കുട്ടി ഇവിടെ ഉണ്ട് കൈസ്. മീനുകുട്ടി ഇവിടെ ഒളിച്ചിരിക്കാന്ന് പറഞ്ഞു. മീനുകുട്ടിയെ എനിക്കുള്ള ഒരു വീടൊക്കെ ഞാൻ പതുക്കാൻ സെറ്റ് ആക്കും, പേടിക്കാനില്ല. ഇവനും ഈ തത്തയ്ക്കുള്ള വീടുകളും സെറ്റ് ആക്കുന്നതായിരിക്കും. ഓക്കെ, ഇവിടെ ഉണ്ടായി വീറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഒന്നും കൂടിയും ഒക്കെ ഒന്ന് പറിച്ചെടുത്ത് റീപ്ലേസ് വെച്ചിട്ടുണ്ട് കേസ്. സോ എല്ലാ പരിപാടിയും നമ്മളെ കഴിഞ്ഞ് നമ്മൾ എന്ന് പറഞ്ഞ ഗോളായിട്ടുള്ള സ്റ്റോറേജും പിന്നെ സ്റ്റീപ്പിന്റെ ഫാം അടുത്ത എപ്പിസോഡ് ഉണ്ടാക്കി കേസ്. എന്നിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്ത ടൈം കഴിഞ്ഞു. സോ അതാണ് പരിപാടികൾ. സോ എന്തായാലും ഇതൊക്കെയാണ് പരിപാടി. ഇന്നത്തെ വീഡിയോ നമുക്ക് എന്തായാലും ഇവിടെ നിർത്താം കേസ്. അതെ, ഇത്രയുള്ള പരിപാടി ഇവിടെ എന്തോ കുഞ്ഞു പുതിയ ആളാണെന്നുണ്ട് കേസ്. അതെ, വാട്ടർ ബോട്ടിൽ കൊടുത്ത എമറാൾഡ് കിട്ടുന്നാ. ഇത്ര നാൾ അവന്റെ പാലും കുപ്പിയായിരുന്നു, ഡൈപ്പായിരുന്നു. ഇപ്പൊ വാട്ടർ ബോട്ടിൽ കൊടുത്ത കേസ്. നമ്മുടെ കയ്യിലാണ് ഈ ഗ്ലാസ് അത്യാവശ്യം ഉണ്ട്. ഗ്ലാസ് നമ്മൾ എടുത്തിട്ടുണ്ട് കേസ്. നമുക്ക് ലേശം വാട്ടർ ബോട്ടിലാണ് 30 ഇത്രയും വാട്ടർ ബോട്ടിലാക്കാൻ പറ്റും. നമുക്കൊരു 6 ഉണ്ടായിരുന്നു കേസ്. നമുക്ക് അവന് എത്ര എണ്ണം മേടിക്കാൻ അറിയില്ല. അവൻ്റെ സ്റ്റോക്ക് അവന് ആവശ്യമുള്ള അത്ര വാങ്ങുന്നുണ്ട് നമ്മുടെ കയ്യിൽ. നമുക്ക് ഈ ഗ്ലാസ് ബോട്ടിൽ വെടിഞ്ഞ് പോയിട്ട് വെള്ളം കൂടെ നിറച്ചേക്കാം. 6 കുപ്പി വെള്ളം നിറച്ചേക്കാം കേസ്. ഈ ആനിമേഷൻ കൊള്ളാം കേസ്, ഈ വെള്ളം നിറയ്ക്കുന്നത്. ഇനി നമുക്ക് അവനെ കൊണ്ട് കൊടുത്തേക്കാം. എത്ര എണ്ണം വാങ്ങോ പ്രാന്തനെ കൂടെ എത്തിരി വാങ്ങുള്ളൂ ഉരുത്തടാനാ. 6 എണ്ണം വാങ്ങിയാൽ ഇവന് ഞാൻ ഇന്ന് തന്നെ ഇവന് ഞാൻ എന്തെങ്കിലുമൊക്കെ കൊടുക്കും ഞാൻ. ഓക്കെ, 1 2 ഓടാ വൃത്തിയുടെ അടച്ചുറ 2 അടച്ചുറ. CP-കള് വെക്കുന്നുണ്ട് പക്ഷെ CP-കള് വേണം. നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ സുഖമായിട്ട് കിട്ടും. പിന്നെ ചെറി ബ്ലോസത്തിന്റെ എഴുതുണ്ടായിരുന്നു കേസ്. പക്ഷെ അത് വാങ്ങാൻ വേണ്ടി 5 എണ്ണം വേണം. ഇവന്റെ ആണ് 2 തന്നുള്ളൂ. അതൊക്കെ നമുക്ക് പിന്നെ എപ്പോഴേലൊക്കെ വാങ്ങാം. ഓക്കെ, സോ ഫാർ കാര്യങ്ങളൊക്കെ എല്ലാം സുഖമായിട്ട് തന്നെ നല്ല നടക്കുന്നത് കേസ്. എല്ലാം നമ്മൾ വിജയിക്കേണ്ട എല്ലാ പരിപാടിയും കഴിയുന്നുണ്ട്. സോ എന്തായാലും ഇന്നത്തെ വീഡിയോയിലത്തെ 2 കോള് നമ്മുടെ കയ്യിട്ട് കേസ്. ഷീപ്പ് ഫാമൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡ് ഉണ്ടാക്കാം. ഓക്കെ, നമുക്ക് ചെസ്റ്റ് വെക്കണം കേസ്. ചെസ്റ്റ് ഫുള്ള് നമ്മൾ ഇവിടുത്തെ മരങ്ങളൊക്കെ വെട്ടി ഓഫ് ക്യാമറയിൽ നിറച്ചോളാം കേസ്. അത് അടുത്ത എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ എന്തായാലും നമ്മളെ ഇന്നത്തെ വീട് നമ്മൾ ഇവിടെ നിർത്താൻ കേസ്. വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാരൊന്ന് അയച്ചു കൊടുക്കുക. നല്ലപോലെ കഷ്ടപ്പെട്ടാണ് ഈ വീടൊക്കെ എടുക്കുന്നത്. സമയം ഇട്ടില്ല കേസ്, അതാണ് വേറൊരു പ്രശ്നം. പിന്നെ അങ്ങനെ കുറേ ബിസിയായ സമയത്തിൽ നമ്മൾ കണ്ടുവച്ച സമയത്തിലാണ് ഈ വീഡിയോ എടുക്കുന്നത്. പിന്നെ എഡിറ്റ് ചെയ്യാൻ വേണ്ടി അടുത്ത സമയം. സോ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണാം.